ഒരു വർഷം മുമ്പാണ് അഫ്സർ ജാൻ ദമാമിലെത്തിയത്. 10 മാസം കൃത്യമായി ശമ്പളം ലഭിച്ചിരുന്നു. പിന്നീട് സ്പോൺസറുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയും ശമ്പളം ലഭിക്കാതെയുമായി. തുടർന്ന് വീട് വിട്ടിറങ്ങി ദമാം നാടുകടത്തൽ കേന്ദ്രത്തിലെത്തുകയായിരുന്നു. 4 മാസം ഇവിടെ കഴിഞ്ഞതിനു ശേഷമാണ് സ്പോൺസർ പാസ്പോർട്ട് നാടുകടത്തൽ കേന്ദ്രത്തിൽ എത്തിച്ചത്. എംബസി വെൽഫെയർ വിംഗ് ടിക്കറ്റ് നൽകിയതോടെയാണ് ഇവരുടെ യാത്ര യാഥാർത്ഥ്യമായത്. ദമാം ഇന്ത്യൻ എംബസി ഹെൽപ്പ് ഡെസ്കിലെ പ്രവർത്തകരാണ് എംബസി അധികൃതരുടെ മുന്നിലെത്തിച്ചത്. 4 മാസം മുമ്പാണ് റുക്സാന ദമാമിലെ സ്വദേശി വീട്ടിലെത്തുന്നത്. ഇവർക്ക് കഠിനമായ ജോലികളൊന്നും ചെയ്യാനാവില്ല. ഇവിടെ എത്തിയതോടെ ആരോഗ്യസ്ഥിതി മോശമായി. ശമ്പളം ലഭിക്കാതായതോടെ വീട് വിട്ടിറങ്ങി പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുകയായിരുന്നു. പോലീസ് ഇവരെ നാടുകടത്തൽ കേന്ദ്രത്തിലെത്തിച്ചു. സ്പോൺസർ പാസ്പോർട്ട് നൽകിയതോടെ നാടുകടത്തൽ കേന്ദ്രം അധികൃതർ എക്സിറ്റ് നൽകി. എംബസി നൽകിയ ടിക്കറ്റിലാണ് ഇവരും നാട്ടിലേക്ക് മടങ്ങിയത്. ഇരുവരെയും വ്യക്തമായ കോൺട്രാക്റ്റോ രേഖകളോ ഇല്ലാതെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വീട്ടുജോലിക്ക് സ്ത്രീകളെ കൊണ്ടുവരണമെങ്കിൽ കർശനമായ എമിഗ്രേഷൻ വ്യവസ്ഥകൾ പാലിക്കണം. എന്നാൽ ഇതൊന്നുമില്ലാതെ പിൻവാതിലിലൂടെ ഇന്ത്യയിലെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് സൗദിയിലേക്ക് വീട്ടുജോലിക്കാരെ കടത്തുന്നത് ഇപ്പോഴും തുടരുന്നുണ്ടെന്നാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിലൂടെ വ്യക്തമാവുന്നതെന്ന് സന്നദ്ധ പ്രവർത്തകർ പറയുന്നു. അടുത്തിടെ വനിതാ നാടുകടത്തൽ കേന്ദ്രത്തിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയ മഹാഭൂരിപക്ഷം സ്ത്രീകളും മതിയായ കോൺട്രാക്റ്റില്ലാതെയാണ് ജോലിക്കെത്തിയിരുന്നത്. മുഹമ്മദ് ഷരീഫ്, മീഡിയ 1, ദമാം.